ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എം ജി ടൈം. ഇത് നമ്മുടെ റെസിപ്പി ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റി ബട്ടർ ഗാർലിക് എഗ്ഗാണ്. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അതിന് ഞാനിവിടെ 5 എഗ്ഗാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് നമുക്ക് മുട്ടയൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ മുട്ടയൊക്കെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്ക് ചൂടായ പാനിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി വരട്ടെ. ബട്ടറെല്ലാം മെൽറ്റായി വന്നതിന് ശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് ഉടനെ തന്നെ ഇളക്കല്ലേ. ഇതിൻ്റെ അടിഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ടിയാകുന്നതിന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ എന്ത് ചെറുതായിട്ടൊക്കെ ഒന്ന് കട്ടിയായിട്ടുണ്ട്. ഇനി നമുക്ക് മെല്ലെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. തീരെ ചെറിയ കഷ്ണങ്ങളാക്കാതെ ഒരു വലിയ കഷ്ണങ്ങളാക്കി വേണം ഇത് നമുക്ക് ചിക്കിയെടുക്കേണ്ടത്. ഇതേപോലെ വലിയ വലിയ കഷ്ണങ്ങളാക്കി വേണം എടുക്കേണ്ടത്. ഇപ്പം നമ്മുടെ എഗ്ഗ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ചൂടായ പാനിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണം മാറിയാൽ മാത്രം മതി. ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ആക്കണ്ട. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ എല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ അല്ലെങ്കിൽ മൈദ ചേർത്ത് കൊടുക്കാം. എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. ഇത് നല്ലതുപോലെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് 1 കപ്പ് പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. നല്ലതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചീസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എല്ലാം നല്ലതുപോലെ ഒന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ചെറുതായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ആ സമയമാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയില ഇട്ട് കൊടുക്കാം. എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന എഗ്ഗ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ എല്ലാം ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത് മതി. ഇപ്പം നമ്മുടെ ബട്ടർ ഗാർലിക് എഗ്ഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എല്ലാവരും ഉറപ്പായും ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ ഇത് തണുക്കുന്നതിന് മുമ്പ് ചെറിയൊരു ചൂടോട് കൂടി തന്നെ കഴിക്കുന്നതായിരിക്കും നല്ലത്. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി നമ്മളിതേ ഒരു ബൗളിലേക്കെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ എക്സ്ട്രാ വെർജിൻ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായി എല്ലാവർക്കും ഇഷ്ടമാകും. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ. കൂടാതെ ഇതേപോലെയുള്ള റെസിപ്പികൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.